ഇത് മെസ്സിക്കും പണത്തിനും വേണ്ടി നടത്തുന്ന വേൾഡ് കപ്പാണ്. തീർത്തും അൺഫെയറായ കാര്യങ്ങളാണ് കളിക്കളത്തിൽ നടന്നത്. ഈജിപ്ഷ്യൻ കോച്ചിൻ്റെ വാക്കുകളാണ്. അതുപോലെ സീക്കോയും പറഞ്ഞു, അർജൻറ്റീനയ്ക്ക് അഭിനന്ദനങ്ങൾ, നിങ്ങൾ വേൾഡ് കപ്പ് നേടിയതിന്. ഒട്ടും ഫെയറായിട്ടല്ല കാര്യങ്ങൾ പോകുന്നതെന്ന്. വിവാദങ്ങൾക്കൊരു കുറവുമില്ല. അർജൻറ്റീന വിജയിക്കുമ്പോൾ വിവാദങ്ങളുമായിട്ട് പലരും വരാറുണ്ട്. കളിച്ച് തോൽപ്പിക്കാൻ കഴിയാതെ വരുമ്പോൾ ഗൂഢാലോചന സിദ്ധാന്തവും വിവാദങ്ങളുമൊക്കെ ഉണ്ടാക്കുക എന്നുള്ളത് ചിലർക്ക് ഹോബിയുമാണ്. പക്ഷെ അതിനൊക്കെ അപ്പുറം കളിക്കളത്തിൽ എല്ലാവരും കൈയടിച്ചു പോകുന്നൊരു പ്രകടനം നടത്തുന്ന മനുഷ്യനുണ്ട്, സാക്ഷാൽ ലിയോ മെസ്സി. ഒരു കാര്യം നമ്മളെപ്പോഴും പറയാറുള്ളതാണ്, ഹീസ് എ മജീഷ്യൻ. ഓൻ എന്തും ചെയ്ത് കളയും. ഇന്നലെ അതാണ് നമ്മൾ 79 മിനിറ്റിന് ശേഷം കണ്ടത്. ഒരു പെനാൽറ്റി നഷ്ടപ്പെടുത്തിയിരുന്നു മെസ്സി, പക്ഷേ തോൽക്കാൻ മനസ്സില്ല. അവസാനം വരെ പോരാടിയിരിക്കും, വിജയിച്ച് മടങ്ങും. മെസ്സി കളിക്ക് ശേഷം പറഞ്ഞില്ലേ, ഈ ടീം അങ്ങനെ അങ്ങ് വിട്ടു പോവാൻ തയ്യാറല്ല, ഞങ്ങൾ അവസാനം വരെ പോരാടിയിരിക്കും. അതാണ് എനിക്ക് ഈ ഒരു ഗ്രൂപ്പിനോട് ഏറ്റവും അധികമുള്ള ഇഷ്ടമെന്ന്. എന്തായാലും മെസ്സിയുടെ മാജിക്ക്, 39 വയസ്സിൽ മെസ്സിയുടെ മാജിക്ക് അക്ഷരാർത്ഥത്തിൽ അവസാനത്തെ 10-11 മിനിറ്റ് മെസ്സി അങ്ങ് അവതരിച്ചപ്പോൾ ഈജിപ്തിൻ്റെ പോരാട്ട വീര്യം വെറുതെ ആയിപ്പോയി. മെസ്സിയുടെ പ്രകടനത്തിൻ്റെ കണക്കുകൾ മാത്രം മതി അതിൻ്റെ ഉത്തരം പറയും. അതായത് ഈ ഒരു മത്സരത്തിൽ ഏറ്റവും ഹയസ്റ്റ് എക്സ്പെക്റ്റഡ് അസിസ്റ്റ് 0.97 അദ്ദേഹത്തിൻ്റെ പേരിലായിരുന്നു. ഏറ്റവും അധികം ബിഗ് ചാൻസസ് കളിയിൽ ക്രിയേറ്റ് ചെയ്ത അദ്ദേഹമാണ് 2 ഏറ്റവും അധികം ആക്യുറേറ്റ് ക്രോസസ് അദ്ദേഹമാണ് 4 ഏറ്റവും അധികം കീ പാസുകൾ അദ്ദേഹമാണ് 6 ഏറ്റവും അധികം സക്സസ്ഫുൾ ഡ്രിബ്ലിങ്ങുകൾ അദ്ദേഹമാണ് 5 ഏറ്റവും അധികം ഗ്രൗണ്ട് ഡ്യുവൽസ് വിൻ ചെയ്തതും മെസ്സിയാണ് 8 ഈ കണക്കുകളൊക്കെ മുന്നിൽ നിൽക്കുമ്പോൾ ആർക്കും അതൊന്നും നിഷേധിക്കാൻ പറ്റില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്തെല്ലാം പ്രതികൂല സാഹചര്യങ്ങളുണ്ടെങ്കിലും അതിനോടൊക്കെ പടപൊരുതി വിജയത്തിലേക്ക് ടീമിനെ കൊണ്ടുപോകണമെന്ന നിശ്ചയദാർഢ്യം ആ 39-കാരനായ മനുഷ്യനുണ്ട്. ലൗട്രോ കളിക്ക് ശേഷം പറഞ്ഞില്ലേ, ഞങ്ങളുടെ വഴികാട്ടിയാണ്, ഞങ്ങളുടെ റെഫറൻസാണ്, ഞങ്ങളുടെ നേതാവാണ് ലിയോ മെസ്സി. അദ്ദേഹത്തിന് വേണ്ടി ഞങ്ങളെല്ലാം സമർപ്പിച്ച് കളിക്കുമെന്ന്. അത് തന്നെയാണ് അർജൻറ്റീനയുടെ വിജയരഹസ്യം.